Dear students, now we will study monotone sequences. Monotone sequences. What is a monotone sequence? Let x equal to sequence xn be a sequence of real numbers. Sequence xn be a sequence of real numbers, then x is increasing, then we say that x is increasing if it satisfies the inequalities x1 less than or equal to x2 less than or equal to x3 less than or equal to etc. less than or equal to xn less than or equal to xn plus 1 etc. നോക്കൂ, ഇത് എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് എക്സൻ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്ന് പറയണമെങ്കിൽ എന്താണ്, വാല്യൂസ് കൂടി വരണം. x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ, അതായത് കൂടി വരണം അല്ലേ. ഫോർ എക്സാമ്പിൾ 1 2 3 എക്സെട്ര എന്നെടുക്കുകയാണെങ്കിൽ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ 1 is less than or equal to 2 less than or equal to 3 etc. 2 4 6 എടുക്കുകയാണെങ്കിൽ 2 is less than or equal to 4 less than or equal to 6 less than or equal to etc. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയുന്നത്. ഈ ഇൻക്രീസിങ് സീക്വൻസിനെ നമ്മൾ എന്ത് പറയും? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്നും പറയാം. നമുക്ക് ഈ സീക്വൻസിനെ എന്ത് പറയാം? ഇറ്റ് ഈസ് മോണോട്ടോണിക് ഇൻക്രീസിങ് എന്ന് പറയാം ഈ സീക്വൻസിനെ, ഇങ്ങനെയുള്ള സീക്വൻസിനെ. അതേപോലെ x equal to sequence xn is decreasing if it satisfies the inequalities x1 greater than or equal to x2 greater than or equal to x3 greater than or equal to etc. greater than or equal to xn greater than or equal to xn plus 1 greater than or equal to etc. മനസ്സിലായോ? അതായത് വാല്യൂസ് കുറഞ്ഞു വരണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? സീക്വൻസ് ഡിക്രീസിങ് ആണെന്ന് പറയാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എഴുതാം 1 1/2 1/3 1/4 1/5 എന്ന് എടുക്കുകയാണെങ്കിൽ 1 വലുത്, 1/2 1-നേക്കാൾ ചെറുതാണ്, 1/3 1/2-നേക്കാൾ വീണ്ടും ചെറുതാണ്, 1/4 1/4 1/3-യേക്കാൾ ചെറുതായി വന്നു. അപ്പോൾ അതാണ് പിന്നെ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിക്രീസിങ് സീക്വൻസ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആണ് വെച്ചാൽ അതിനെ മോണോട്ടോണിക് എന്ന് പറയും കേട്ടോ. We say that x is monotone if it is either increasing or decreasing. മനസ്സിലായി? അപ്പോൾ ആദ്യത്തെ സീക്വൻസിനെ നമുക്ക് മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയാം. ഈ രണ്ടാമത്തെ ഈ സീക്വൻസിനെയോ ദിസ് സീക്വൻസ് ഈസ് സെറ്റ് ടു ബി മോണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് എന്നും നമുക്ക്
പറയാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ എഴുതാം. Examples: monotonic increasing sequences, tonic increasing sequences. എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു 1 2 3 4 എക്സെട്ര n എക്സെട്ര. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം 1 2 2 3 3 3 etc. These are all monotonic increasing sequences. A square, a cube, etc. If a greater than 1. These are monotonic increasing sequences, and monotonic decreasing sequences are decreasing sequences. എങ്ങനെയാ പറയാ? ഞാൻ പറഞ്ഞു 1 1/2 1/3 1/4. നോക്കൂ, വാല്യൂസ് കുറഞ്ഞല്ലേ വരിക. ഇതിനെയൊക്കെയാണ് നമ്മൾ മോണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ്. വേറെ പറയാം 1 1/2 1/2 സ്ക്വയർ 1/2 ക്യൂബ് എക്സെട്ര 1/2 raised to n minus 1 1/2 raised to n എക്സെട്ര. അടുത്തത് b സ്ക്വയർ b ക്യൂബ് എക്സെട്ര b raised to n എക്സെട്ര. if b 0 if 0 less than b less than 1. മനസ്സിലായോ? b എന്ന 0-നും 1-നും ഇടയ്ക്ക് ആവുമ്പോൾ b സ്ക്വയർ എക്സെട്ര are decreasing. Now നമുക്ക് പറയാം ഇങ്ങനെയുള്ള വെറുതെ അല്ലാത്ത സീക്വൻസസ് നമ്മൾ it is not monotone എന്ന് പറയാം. -1 +1 -1. These are sequences these sequences are not monotonic എന്ന് പറയാം. ഇത് പിന്നെ -1 +2 -3 etc. not monotone എന്ന് പറയാം. not monotone. Okay. Now, first theorem. Now, there is another ultimately monotone. The sequences 7 6 2 1 2 3 4 etc. നോക്കൂ, ഇവിടുന്ന് അങ്ങ് 2 3 4 തൊട്ട് അത് ഇൻക്രീസിങ് ആണ്. അതേപോലെ വേറൊരെണ്ണം പറയാച്ചാൽ -2 0 1 1/2 1/3. ഇവിടുന്ന് തൊട്ട് എന്താണ്? ഇവിടുന്ന് തൊട്ട് ഡിക്രീസിങ് ആണ്. അപ്പോൾ ദേ ആർ നോട്ട്, മനസ്സിലായോ? നോട്ട് മോണോട്ടോൺ എന്ന് വെച്ചാൽ എല്ലാ ടേംസും ഇൻക്രീസിങ് അല്ല, പക്ഷെ ഡിക്രീസിങ് അല്ല. ബട്ട് അതിനെ പറയാം നമുക്ക് ബട്ട് ultimately monotone എന്ന് പറയാം കേട്ടോ. ultimately monotone എന്ന് പറയാം. മനസ്സിലായോ? മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ട്, ഡിക്രീസിങ് സീക്വൻസ് ഉണ്ട്, മോണോട്ടോൺ അല്ലാത്ത സീക്വൻസസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും ടേംസ് തൊട്ട് ഒന്നിലോ മോണോട്ടോണിക് ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആയി വരും. അതിനെ അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ സീക്വൻസസ് എന്ന് പറയും. അപ്പം അത്രയും ആയി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ വി ആർ ഗോയിങ് ടു വൺ ഇമ്പോർട്ടൻറ്റ് തിയറം ഓൺ മോണോട്ടോണിക് സീക്വൻസസ്, ദാറ്റ് ഈസ് monotone convergence theorem. Very important. Monotone convergence theorem. Monotone convergence theorem. ആ തിയറം പറയുന്നത് എന്തെന്ന് വെച്ചാൽ a monotone sequence of real numbers
a monotone sequence of real numbers is convergent. A monotone sequence of real numbers is convergent if and only if it is bounded. അതായത് ഒരു മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഒന്നിലോ ഐദർ ഇറ്റ് മേ ബി മോണോട്ടോണിക് ഇൻക്രീസിങ് ഓർ മോണോട്ടോണിക് ഡിക്രീസിങ്, അത് കൺവെർജൻ്റ് ആവണമെങ്കിൽ അതെന്തായിരിക്കണം? ബൗണ്ടഡ് ആയിരിക്കണം. അതായത് അതിലെ ടേംസ് എല്ലാം ഒന്നിലോ എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ, ബൗണ്ടഡ് ആയിരിക്കണം. മനസ്സിലായോ? മോഡുലസ് ഓഫ് അതിൻ്റെ ഓരോ ടേംസ് എടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ, അതായിരിക്കും ബൗണ്ടഡ് എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ബൗണ്ടഡ് എബോവ് അല്ലെങ്കിൽ ബൗണ്ടഡ് ബിലോ ആവാം. ഒന്നിലോ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, അല്ലെങ്കിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം, അങ്ങനെ എന്തെങ്കിലും ആവാം. മനസ്സിലായോ? ആൻഡ് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് തിയറത്തിൻ്റെ കൂടെ ഫർദർ. പിന്നെ ഒന്നാമത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇഫ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഈസ് എ ബൗണ്ടഡ് increasing sequence. If sequence xn is a bounded increasing sequence, then limit of sequence xn എന്ന് പറയുന്നത് supremum of set xn such that n belongs to n. അതായത് ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് സീക്വൻസ് എക്സ് എൻ ആയിരിക്കും, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയിരിക്കും. ആൻഡ് ഇഫ് വൈ ഈക്വൽ ടു സീക്വൻസ് വൈ എൻ ഈസ് എ ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ്, ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ then limit of sequence yn equal to infimum of set yn such that n belongs to n. മനസ്സിലായോ? ഇത് രണ്ടുമാണ് നമുക്ക്. ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ, ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എക്സ് എന്നും, ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ ഇൻഫിമമോ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് തിയറം പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മളപ്പോൾ നമുക്ക് പ്രൂഫ് എഴുതാം അല്ലേ? അപ്പോൾ നോക്കാവുന്നൂടെ എന്താ? എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ്. ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ച തിയറം എന്താണ്? എ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് bounded. അപ്പോൾ നമുക്ക് എഴുതാം by theorem a convergent sequence of real numbers, a convergent sequence of real numbers is bounded. മനസ്സിലായോ? അപ്പോൾ കൺവെർജൻ്റ് ആണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? ബൗണ്ടഡ് ആണെന്ന് കിട്ടി. മനസ്സിലായോ? കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ്. സോ എന്ത് പറയാം നമുക്ക്? അപ്പോൾ ആ പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനില്ല. കൺവെർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും. So we have to prove the other second converse part. That അപ്പോൾ ഈ പാർട്ട് എന്താണ്? സോ ഒരു പാർട്ട് നമുക്ക് നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തതുകൊണ്ട് നമുക്ക് ഈ കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ പ്രൂവ് ചെയ്യാം. അല്ല വെച്ചാൽ ഇത് അങ്ങനെ എഴുതിയാൽ മതി. ബൈ തിയറം എ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ് ആണ്. ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? കോൺവേഴ്സ് പാർട്ട്. വി ഹാവ് ടു പ്രൂവ് ദി കോൺവേഴ്സ് പാർട്ട്. ദാറ്റ് ഈസ്
That is, we have to prove that bounded sequence is bounded monotone sequence is convergent എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ് ഈസ് കൺവെർജന്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ് ഈസ് കൺവെർജന്റ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം, ലെറ്റ് എക്സ് ബി എ ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ദെൻ വെറുതെ മോണോട്ടോൺ എന്ന് പറയുന്നേ ഉള്ളൂ. ദെൻ എക്സ് ഈസ് ഐദർ monotone increasing, monotonic increasing, or monotonically decreasing. ഒന്നിലോ monotonic increasing ആയിരിക്കും, അല്ലെങ്കിൽ monotonically decreasing ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം, we first assume that x equal to sequence xn is a bounded monotonic increasing sequence. ഞാനിങ്ങനെ എഴുതാം കേട്ടോ, എം ഐ എന്ന് എഴുതി, ഞാൻ ഷോർട്ട് എളുപ്പത്തിന് വേണ്ടി എഴുതിയതാണ്. നിങ്ങൾ മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് എന്ന് എഴുതാം. അപ്പോൾ ബൗണ്ടഡ് ആയതുകൊണ്ട് എന്ത് പറയാം, സിൻസ് എക്സ് ഈസ് ബൗണ്ടഡ്, ബൗണ്ടഡ് ആയതുകൊണ്ട് എന്ത് പറയാം, ഓരോ ടേംസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സിൻസ് എക്സ് ഈസ് ബൗണ്ടഡ്, there exists a real number അല്ലേ, ക്യാപിറ്റൽ എം, such that എന്ത് പറയാം, xn is less than or equal to m for all n belongs to capital N. എല്ലാ ടേംസും ലെസ് ദാൻ ഓർ ഈക്വൽ സം നമ്പർ ആയിരിക്കും. ഇനി therefore by completeness property, what is completeness property? ബൗണ്ടഡ്, നമുക്ക് ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് എപ്പോഴും എന്താണ് നമ്മൾ പറയുന്നത്, ഇൻക്രീസിങ് സീക്വൻസിന് എന്ത് പറയായിരിക്കും, ലീസ്റ്റ് അപ്പർ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. By completeness property of real numbers, the supremum അല്ലെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യും. ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസിന് ലീസ്റ്റ് അപ്പർ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യും. സുപ്രീമം നമുക്ക് എക്സ് സ്റ്റാർ എന്ന് എടുക്കാം. സുപ്രീമത്തിന് എക്സ് സ്റ്റാർ ഈക്വൽ ടു സുപ്രീമം ഓഫ് സെറ്റ് എക്സ് എൻ such that n belongs to n exist. മനസ്സിലായോ? അപ്പോൾ എന്താണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഇൻക്രീസിങ് സീക്വൻസ് ആവുമ്പോൾ പിന്നെന്താണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എക്സിസ്റ്റ് ഇൻ ആർ. അപ്പോൾ ഇനി നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് നമുക്ക് ഈ സുപ്രീമം വാല്യൂ ആണ് ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സ് എൻ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് സുപ്രീമം വാല്യൂ എന്താണ്, എക്സ് സ്റ്റാർ എന്നാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തെഴുതാം, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ് സ്റ്റാർ ഈക്വൽ ടു സുപ്രീമം വാല്യൂ ആണ് ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് എക്സ് സ്റ്റാർ ആണ് ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം ഇനി നമുക്ക് എക്സ് സ്റ്റാർ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് അതിനേക്കാൾ ചെറിയൊരു നമ്പർ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവുമോ? ഇല്ല. അപ്പം നമുക്ക് എടുക്കാം, ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഈസ് ഗിവൺ, then x star minus epsilon is not an upper bound.
എന്നുവെച്ചാൽ എക്സ് സ്റ്റാർ ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ പിന്നെ എക്സ് സ്റ്റാർ ആണ് സുപ്രീമം, അതായത് എക്സ് സ്റ്റാർ ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ അതിനേക്കാൾ ചെറിയൊരു നമ്പർ അപ്പർ ബൗണ്ട് ആവില്ല. ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore there exists xk such that ഇത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവില്ല, അതായത് പിന്നെ ഇതിനേക്കാൾ വലിയൊരു നമ്പർ ഉണ്ടായിരിക്കും. therefore there exists xk such that x star minus epsilon is less than sk. അപ്പർ ബൗണ്ട് ആവില്ല, അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു നമ്പർ ഉണ്ടായിരിക്കും, ലെസ് ദാൻ എക്സ് കെ അല്ലേ, ഫോർ സം കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് നമുക്കറിയാം എക്സ് ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് ആസ് സീക്വൻസ് എക്സ് എൻ ഈസ് ഇൻക്രീസിങ് ആയതുകൊണ്ട് എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ when n is greater than or equal to k, when n is greater than or equal to k implies that നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് കെ, നമ്മൾ നേരത്തെ എഴുതിയത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ, എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ, ലെസ് ദാൻ സുപ്രീം ആയതുകൊണ്ട് എക്സ് എന്നുകളുടെ സുപ്രീമാണ് എക്സ് സ്റ്റാർ, അതുകൊണ്ടാണ് ഞാൻ എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ which is less than x star plus epsilon. മനസ്സിലായോ? മുമ്പത്തെ പേജിൽ എഴുതിയതുപോലെ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ, ലെസ് ദാൻ എക്സ് കെ എന്നെടുത്തു. എക്സ് കെ ഈസ് ലെസ് ദാൻ എക്സ് എന്ന് ഇവിടുന്ന് കിട്ടി. എക്സ് എൻ ഈസ് ലെസ് ദാൻ എക്സ് സ്റ്റാർ കാരണം ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട്, അതുകൊണ്ട് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ, എപ്സിലോൺ പോസിറ്റീവ് ആയതുകൊണ്ട് ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇത് മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ നമുക്ക് കിട്ടും അല്ലേ. എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാനേ ഉള്ളൂ, ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ പിന്നെ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മോഡുലസ് ഓഫ് xn minus x star is less than epsilon for all n greater than or equal to k. Since epsilon greater than 0 is arbitrary, we can ഇതിൻ്റെ അർത്ഥം എന്താണ്? മോഡുലസ് ഓഫ് xn minus x star less than epsilon എന്ന് വെച്ചാൽ എന്താ? ലിമിറ്റ് ഓഫ് xn equal to x star എന്നാണ് മീനിങ് അല്ലേ. which implies that sequence xn converges to x star. Sequence xn converges to x star. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? therefore limit of sequence xn equal to x star equal to supremum of sequence xn such that n belongs to n. ഇതല്ലേ നമുക്ക് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാണ്ടായത്, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? എന്താണെന്ന് വെച്ചാൽ ഇഫ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് ഇഫ് y ഈക്വൽ ടു സീക്വൻസ് yn ഈസ് ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ ലിമിറ്റ് ഓഫ് സീക്വൻസ് yn എന്തായിരിക്കും പ്രൂവ് ചെയ്യണം നമുക്ക്? infimum of set yn such that n belongs to n എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ നമുക്ക് എഴുതാം if y equal to sequence yn is a bounded decreasing sequence, then bounded decreasing sequence ആണ്, then നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് എടുക്കുകയാണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് മൈനസ് വൈ എന്ന് വെച്ചാൽ എന്താ? സീക്വൻസ് മൈനസ് വൈ എന്നാണ് അല്ലേ. സീക്വൻസ് മൈനസ് വൈ എന്നാണ്. മൈനസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് സീക്വൻസ് വൈ എൻ ഈസ് എന്താണ്?
ബൗണ്ടഡ് ഇൻക്രീസിങ് ആയിരിക്കും, ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും ആണല്ലോ. ഇനി നമുക്കറിയാം ലിമിറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, സുപ്രീമം ഓഫ്, മുമ്പത്തെ നമ്മൾ പഠിച്ചു, സുപ്രീമം ഓഫ് നെഗറ്റീവ് വൈ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. മുമ്പത്തെ ഇതിൽ പഠിച്ചു, പാർട്ടിൽ നമ്മൾ പഠിച്ചു അല്ലേ. ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സുപ്രീമാണ് നമ്മൾ പഠിച്ചു. ഇൻക്രീസിങ് സീക്വൻസ് ആകുമ്പോൾ, സീക്വൻസ് ഇൻക്രീസിങ് ആകുമ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് സുപ്രീമാണ് നമ്മൾ എഴുതി. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം അങ്ങനെ. ലിമിറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു സുപ്രീമം ഓഫ് നെഗറ്റീവ് വൈ എൻ. നൗ നമുക്ക് എഴുതാം ലിമിറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ലിമിറ്റ് ഓഫ് വൈ. ഇത് വൈ അല്ലേ, സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് വൈ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. ഇത് നമുക്ക് കിട്ടി ഇങ്ങനെ. ഇനി നമുക്കറിയാം സുപ്രീമം ഓഫ് നെഗറ്റീവ് വൈ എൻ ഫോർ എൻ ബിലോങ്സ് ടു എൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫിമം ഓഫ് സെറ്റ് വൈ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ ആണ്. ഒരു റിസൾട്ട് ഉണ്ട്, അത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സുപ്രീമം ഓഫ് നെഗറ്റീവ് വൈ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻഫിമം ഓഫ് വൈ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? therefore നമുക്ക് കിട്ടി ലിമിറ്റ് ഓഫ് വൈ ഈക്വൽ ടു മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് എന്ന് കിട്ടി. മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ഇൻഫിമം ഓഫ് സെറ്റ് വൈ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. ഇതായിരുന്നില്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടും തീരത്തിൻ്റെ സെക്കൻഡ് പാർട്ടും പ്രൂവ് ചെയ്തു. എന്താണ്? ഡിക്രീസിങ് സീക്വൻസ് ആകുമ്പോൾ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് സീക്വൻസ് ആയിരിക്കും. അതായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യും.